സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി നിന്റെ കുരിശനടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിനെ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രതീക്ഷാ നിർഭരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരന വൈദികനായ അപ്പോളത്തിനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ ശാന്തിയും സമാധാനവും സന്തോഷവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്ന പോൾസറിന് പ്രാർത്ഥനാ നിർഭരമായ യാത്രയ്ക്ക് നൽകുകയാണ്. ഈ ഭവനത്തിലെ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുക തൃശൂർ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവായിരിക്കും. തിരുകർമ്മത്തിലുള്ള തിരുവചന സന്ദേശം നൽകുക ഷിക്കാഗോ രൂപതയുടെ സഹായമെത്രാനും പർപ്പൂക്കര ഇടവകാരനുമായിരിക്കുന്ന ജോയ് ആലപ്പാട്ട് പിതാവായിരിക്കും. ദേവാലയത്തിലെ വിശുദ്ധ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുക അഭിമന്യ ജെയിംസ് പിതാവായിരിക്കും. അതിനെ തുടർന്ന് വിശുദ്ധ ബലിക്ക് കാർമ്മികത്വം വഹിക്കുക ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവായിരിക്കും. വിശുദ്ധ ബലിക്കു ശേഷമുള്ള വിശുദ്ധ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുക വീണ്ടും അഭിമന്യ ജെയിംസ് പിതാവായിരിക്കും. സെമിത്തേരിയിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുക സ്നേഹബഹുമാനപ്പെട്ട പോളി കണ്ണൂക്കാടൻ പിതാവായിരിക്കും. 1938 ജൂലൈ 11 ചിറയത്ത് വാറപ്പൻ മറിയം ദമ്പതികളുടെ മകനായി പറപ്പുകരയ്ക്കടുത്ത നെടുമ്പാൾ പ്രദേശത്ത് അദ്ദേഹം ജനിച്ചത്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ നാമം മാമോദീസ വേളയിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടു. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി അദ്ദേഹം തൃശൂർ തോപ്പ് മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനത്തിനായി ചേർന്നു. ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിലെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പരിശീലനങ്ങൾക്ക് ശേഷം 1966 മാർച്ച് മാസം 11-ാം തീയതി അഭിമന്യ ജോർജ് ആലപ്പാട്ട് പിതാവിൽ നിന്നും അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു. പേരാമ്പ്ര, പാലയൂർ ഫൊറോന, മറ്റം ഫൊറോന എന്നിവിടങ്ങളിൽ അസ്തേന്തിയായും കുമ്പിടി, കാഞ്ഞാണി, നെല്ലായി, കുണ്ടന്നൂർ, ചെങ്ങാലൂർ, മണലൂർ, കരുവന്നൂർ, മൈലടൂർ, അന്നമന്നട, കല്ലേറ്റിങ്കര, പരിയാരം, കുറ്റിക്കാട് ഫൊറോന, ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ, തുറവങ്കുന്ന്, എലിഞ്ഞിപ്ര, വെളയനാട് എന്നിവിടങ്ങളിൽ വികാരിയായും കരുവന്നൂർ സെയിന്റ് ജോസഫ് മഠം കബ്ലോനുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുറച്ചുകാലം ചാന്താരൂപതയിലെ മൈനർ സെമിനാരിയിലെ ആത്മീയ പിതാവായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജോൺ, ഒറിഞ്ചു, പൗളി, കുര്യപ്പൻ എന്നിവരാണ് പോളച്ചന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ തന്നെ നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന പോളച്ചന് ഇരിഞ്ഞാലക്കുട രൂപതയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരുടെ പേരിലും സന്യസ്തരുടെ പേരിലും ദൈവജനത്തിന്റെ പേരിലും പ്രാർത്ഥനാ നിർഭരമായുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്ക് ഈ വിശുദ്ധ ശുശ്രൂഷകൾക്ക് തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്നെ ഞാൻ പ്രവർത്തിക്കും. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുയരും നൽകുന്നു. ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എല്ലാരും
ഇവിടങ്ങും വചനമുഴുവനായി